അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണ ഉത്തരവാദിത്വം അബ്ദുൽ മുത്തലിബ് അബൂ താലിബിനെ ഏൽപ്പിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയായ അബ്ദുള്ളയുടെയും അബൂ താലിബിൻ്റെയും ഉമ്മയും ഉപ്പയും ഒന്നായിരുന്നു എന്നുള്ളതാണ്. അതായത് അബ്ദുൽ മുത്തലിബിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു, അതിൽ ധാരാളം മക്കളുണ്ടായിരുന്നു. നബിയുടെ പിതാവായ അബ്ദുള്ളയുടെയും അബൂ താലിബിൻ്റെയും ഉമ്മയും ഉപ്പയും ഒന്നായിരുന്നു. അതേപോലെ ആ ഉമ്മയിലും ഉപ്പയിലുമുള്ള മറ്റൊരു മകനാണ് സുബൈർ എന്നു പേരുള്ള മകൻ. അങ്ങനെ അബ്ദുൽ മുത്തലിബിൻ്റെ ഈ 3 മക്കളുടെയും ഉമ്മയും ഉപ്പയും ഒന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം അബ്ദുൽ മുത്തലിബ് അബൂ താലിബിനെ തന്നെ ഏൽപ്പിച്ചത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയ പ്രായത്തിൽ അബ്ദുൽ മുത്തലിബിനോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ നബിയോട് ഏറ്റവും സ്നേഹവും ഇഷ്ടവും പുലർത്തിയിരുന്നത്, നബിയെ കൂടുതൽ പരിലാളിച്ചിരുന്നത് എല്ലാം അബൂ താലിബായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വയം ഏറ്റെടുത്തതാണ് അബൂ താലിബിനെ എന്നും ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ മറ്റൊരു അഭിപ്രായം അനുസരിച്ച് അബ്ദുൽ മുത്തലിബിൻ്റെ മരണശേഷം മറ്റേ പിതൃവ്യനായ സുബൈറാണ് നബിയെ സംരക്ഷിച്ചത്. സുബൈറിന് ശേഷമാണ് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത് എന്നൊക്കെ ചരിത്രത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. ഏതായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം അബൂ താലിബ് ഏറ്റെടുത്ത നാൾ മുതൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടുന്ന എല്ലാവിധ ഉപകാരങ്ങളും അബൂ താലിബ് ചെയ്തു എന്നുള്ളതാണ്. അബൂ താലിബിൻ്റെ വീട്ടിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ ആഹാരം എല്ലാവർക്കും ഭക്ഷിക്കാൻ വേണ്ടി നൽകുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി അബൂ താലിബ് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹാരം നന്നായി കഴിക്കുന്നുണ്ടോ എന്നത് അബൂ താലിബ് പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. പറയുമായിരുന്നു, ഇതൊരു അനുഗ്രഹീതനായ കുട്ടിയാണ്, അതുകൊണ്ട് പ്രത്യേകം പരിഗണനയിൽ തന്നെ പരിലാളനയിൽ തന്നെ നമ്മൾ ഇവനെ വളർത്തേണ്ടതുണ്ട് എന്ന് അബൂ താലിബ് പറയാറുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അബൂ താലിബ് രാത്രി ഉറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒപ്പം കിടത്തിയിരുന്നു. ഇങ്ങനെ വലിയ ശ്രദ്ധ, വലിയ സുരക്ഷയാണ് അബൂ താലിബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, മാ നാലത് ഖുറൈശുൻ മിന്നി ഷൈഅൻ അക്റഹുഹു ഹത്താ മാത അബൂ താലിബ്. അബൂ താലിബ് എന്ന ആ വലിയ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് ഖുറൈശികൾ എന്നെ ഉപദ്രവിച്ചിട്ടില്ല, അവർക്കതിന് കഴിയുമായിരുന്നില്ല. കാരണം അത്ര ഒരു വൻ മരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെ ഭേദിച്ച് നബിയുടെ അടുക്കലേക്ക് എത്താൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിൻ്റെ മരണത്തിന് ശേഷം വീട്ടിലേക്ക് കയറി വരുമ്പോൾ നബിയുടെ പുറത്തെല്ലാം മണ്ണും അതുപോലുള്ള അഴുക്കുകളൊക്കെ ഉണ്ട്. ഇത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺമക്കളിൽ ഒരാൾ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വൃത്തിയാക്കാനൊക്കെ തുടങ്ങിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബ്കി യാ ബുനയ്യ ഇന്നല്ലാഹ മാനിഉ അബാക്കി. മോളെ, എന്നെ ഓർത്ത് നീ കരയേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സംരക്ഷണം നൽകും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സാധാരണയായി നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തോടൊപ്പം കേൾക്കുന്ന ഒരു സംഭവമാണ്, നബി ഒരിക്കൽ സുജൂദിൽ കിടക്കുന്ന സമയത്ത് മതാഫിൽ കഅബയുടെ ചാരത്ത് തവാഫ് ചെയ്യുന്ന ആ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുന്ന സമയത്ത് ഏതോ സ്ഥലത്ത് അറുത്ത ഒട്ടകത്തിൻ്റെ അഴുക്കുകളെല്ലാം കൊണ്ടുവന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലിട്ടതും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ വന്നതും ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്നും ആ അഴുക്കുകളൊക്കെ എടുത്തു മാറ്റിയിട്ടാണ് റസൂലിന് ആ സുജൂദിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിഞ്ഞതുമെന്നൊക്കെ ചരിത്രത്തിൽ കേൾക്കുന്നതാണ്. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായത് അബൂ താലിബിൻ്റെ മരണത്തിന് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 50 വയസ്സുള്ള സമയത്താണ് അബൂ താലിബ് മരണപ്പെടുന്നത്.
നബിയുടെ നുബുവത്ത് 40-ാമത്തെ വയസ്സിലാണ് നുബുവത്തിന് ശേഷം 10 വർഷം അബൂ താലിബ് ജീവിച്ചിരുന്നിട്ടുണ്ട്. ഈ 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും മക്കക്കാർ നടത്തുമ്പോൾ അവിടെയെല്ലാം റസൂലിനെ സംരക്ഷിച്ച് നിർത്തിയത് അബൂ താലിബാണ്. അബൂ താലിബ് വളരെ ദരിദ്രനായ ഒരു വ്യക്തിയായിരുന്നു. ചരിത്രം അങ്ങനെയാണ് അബൂ താലിബിനെ പരിചയപ്പെടുത്തുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സഹോദരനായ അബൂ താലിബ് സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലാണ്, നമ്മൾ അദ്ദേഹത്തെ ചെന്ന് സഹായിക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന് നമ്മുടെ കൂടെ നിർത്തി അദ്ദേഹത്തിൻ്റെ കുടുംബ ചെലവ് കുറച്ചു കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അങ്ങനെ രണ്ടാളും കൂടെ അബൂ താലിബിൻ്റെ വീട്ടിൽ ചെല്ലുകയും അബൂ താലിബിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഹംസ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒപ്പം കൂട്ടി. എന്ന് വെച്ചാൽ സ്വന്തം മക്കളെ അവരുടെ ചെലവ് നടത്താൻ പോലും കഴിയാതെ മറ്റൊരാളുടെ അടുക്കലേക്ക് അതിനുവേണ്ടി അയക്കേണ്ടുന്നിടത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധി അബൂ താലിബിനുണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘവുമായി യാത്ര ചെയ്യാനുള്ള ഒരു ഓഫർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് എത്തിയപ്പോൾ റസൂലിനത് ആദ്യം വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ താലിബാണ് പറയുന്നത്, റിസുഖുൻ സാഖല്ലാഹു ഇലൈക്ക്, അള്ളാഹു നിനക്ക് കൊണ്ടുവന്ന് തന്ന റിസുഖാണ് മോനെ, അത് ഒഴിവാക്കരുത്, അത് നീ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 25 വയസ്സുള്ള സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്തത് അബൂ താലിബിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതിയും കൂടെ കാരണമായി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വലിയ സാമ്പത്തിക പ്രയാസങ്ങളുള്ളപ്പോഴും മക്കക്കാർ അബൂ താലിബിന് കൊടുത്ത സ്വീകാര്യത വലുതാണ്. അദ്ദേഹത്തിന് വലിയ ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നു. സമ്പത്ത് നോക്കിയിട്ടല്ല മക്കക്കാർ അബൂ താലിബിനെ ആദരിച്ചതും അംഗീകരിച്ചതും ബഹുമാനിച്ചതുമല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ്. അങ്ങനെ ഒരു സമൂഹത്തിൽ മാന്യതയും ഉന്നത സ്ഥാനവുമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ വന്ന എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങളെയും അബൂ താലിബ് തടഞ്ഞു നിർത്തി പ്രതിരോധിച്ചു എന്ന് നമുക്കറിയാം. അതുപോലെ ഹാഷിം കുടുംബത്തിനെ ഒന്നായി ഉപരോധിച്ച ഒരു സമയമുണ്ട്. ഷഅബ് അബീ താലിബിൽ 3 വർഷക്കാലം ഹാഷിം കുടുംബക്കാർ മുഴുവൻ പട്ടിണി കിടന്ന ഒരു സമയം. ആ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് ചേർത്ത് കിടത്തുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമാണ് അബൂ താലിബ് അന്ന് കിടക്കുന്നത്. അഥവാ രാത്രി ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് ശേഷം, അഥവാ 40 വയസ്സിന് ശേഷമുള്ള പ്രായത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് കൂടെ നിർത്തി, ഒപ്പം നിർത്തി സംരക്ഷിച്ചു. ആ തരത്തിലൊക്കെ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു വലിയ ആശ്രയമായി മാറിയ വ്യക്തിയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹ സമയത്ത് അവിടെ ഒരു ഖുതുബ നടത്തുന്നത് അബൂ താലിബാണ്. ആ സന്ദർഭത്തിൽ അബൂ താലിബ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മകൻ വഇൻ കാന ഫിൽ മാലി, അദ്ദേഹം സാമ്പത്തികമായി വളരെ ദുർബലാവസ്ഥയിലാണെങ്കിലും, സാമ്പത്തികമായി ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹം മൂല്യം നിർണയിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. ഇന്ന ഇബ്ന അഖി ഹാദാ മുഹമ്മദ് ബിൻ അബ്ദില്ലാ ലാ യൂസനു ബിഹി റജുലുൻ, അദ്ദേഹത്തിന് ഒപ്പം നിൽക്കാൻ പറ്റുന്ന, അദ്ദേഹത്തിൻ്റെ മൂല്യമുള്ള ഒരാളും ഇന്ന് മക്കയിലില്ല. ഷറഫൻ വനബിലൻ വ ഫളൻ, അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ ബുദ്ധി സാമർഥ്യത്തിൽ, ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും ഒരു തുല്യനില്ലാത്ത അതുല്യനായ വ്യക്തിയാണ്. സാമ്പത്തികമായി പ്രയാസമുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹം യോഗ്യനാണ്. സമ്പത്ത് എപ്പോഴും ഒരു മനുഷ്യൽ നിന്നും മാറിപ്പോകാവുന്നൊരു കാര്യമാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വളരെ ഉന്നതമായ ഒരു അവസ്ഥ ഉണ്ടാകും, വലിയൊരു സ്ഥാനത്തേക്ക് വളരാനുള്ള ഒരു വ്യക്തിയും കൂടെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ ആദരവും മഹത്വവും കാണിക്കുകയും എല്ലാ നിലയിലും പിന്തുണയ്ക്കുകയും ചെയ്ത
ഒരു വൻ വ്യക്തിത്വമായിരുന്നു അബൂ താലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ മക്കയിലെ ജനങ്ങൾ പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ എല്ലാം നടത്താൻ ശ്രമിക്കുമ്പോഴും അബൂ താലിബാണ് അവിടെയൊക്കെ തടഞ്ഞു നിർത്തിയത്. അവരെ അബൂ താലിബിൻ്റെ അടുത്ത് വരുമായിരുന്നു. എന്നിട്ട് അബൂ താലിബിനോട് പറയും, നിങ്ങളുടെ ഈ മകനെ കൊണ്ട് വലിയ പ്രശ്നങ്ങൾ നാട്ടിലുണ്ട്, നമ്മളുടെ ആൾക്കാരെ പരസ്പരം ഭിന്നിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്, നമ്മളുടെ ആ ഇലാഹുകളെ തള്ളിപ്പറയുന്ന അവസ്ഥയിലായിട്ടുണ്ട്, ഇങ്ങനെ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തെ നിയന്ത്രിക്കണം എന്നൊക്കെ പറയുമ്പോഴും അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയന്ത്രിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു പ്രാവശ്യം ഈ മക്കയിലെ ജനങ്ങളെല്ലാം വന്ന് വളരെ ഗൗരവത്തിൽ അബൂ താലിബിനോട് സംസാരിച്ചു. നിങ്ങൾ അദ്ദേഹത്തെ ഒന്നുകിൽ ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾ അദ്ദേഹത്തെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും, അല്ല എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ നിയന്ത്രിക്കണം, രണ്ടാൽ ഏതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് വളരെ ഗൗരവത്തിൽ അബൂ താലിബിനോട് സംസാരിച്ച് അബൂ താലിബ് ആ സമയത്തും അവരെ കേൾക്കാൻ തയ്യാറായില്ല. അവരുടെ വാക്കുകളെ മുഖവിലക്കെടുത്തില്ല. എന്നിട്ട് അബൂ താലിബ് ഇവരൊക്കെ പിരിഞ്ഞുപോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ജനങ്ങൾ മുഴുവൻ നമുക്കെതിരായി മാറുകയാണ്, നമ്മളുടെ ശത്രുക്കളായി മാറുകയാണ്, അതുകൊണ്ട് ഈ പ്രവർത്തനം നീ അവസാനിപ്പിക്കണം, ഏതെങ്കിലും തരത്തിൽ ഈ ജനങ്ങളുമായിട്ടൊന്ന് രമ്യതയിലാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ഒരു സന്ദർഭം ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും, എത്ര വലിയ പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ പ്രകോപനങ്ങൾ ഉണ്ടായാലും, എന്നെ എൻ്റെ റബ്ബ് ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്നും അല്പം പോലും പുറകോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തു പറഞ്ഞപ്പോൾ അബൂ താലിബ് ആ സമയത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണച്ചു. നീ പൊയ്ക്കോ, നീ പ്രവർത്തിച്ചോ, നിനക്ക് പ്രയാസകരമായ ഒന്നും ഉണ്ടാവുകയില്ല, ഒരിക്കലും നിന്നെ ശത്രുക്കളുടെ കയ്യിലേക്ക് ഞാൻ വിട്ടുകൊടുക്കുകയുമില്ല എന്ന് ആ സമയത്തും അബൂ താലിബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായിട്ട് കാണാം. ഇങ്ങനെ എല്ലാ നിലയിലും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സമ്പൂർണമായ പിന്തുണ നൽകി ഒപ്പം നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുകയും ചെയ്ത ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അബൂ താലിബ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആവർത്തി അബൂ താലിബിനോട് വിശുദ്ധ ദീനിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും അവസാനം മരണത്തിൻ്റെ സമയത്ത് അബൂ താലിബിനോട് അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം പറയണം അങ്ങ്, അത് പറഞ്ഞാൽ താങ്കൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അനുഗ്രഹം ഉണ്ടാകും, താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ സംസാരിക്കും, ഇസ്തിഗ്ഫാർ ചെയ്യും എന്നൊക്കെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ ആ സമയത്തും അബൂ താലിബ് വിശുദ്ധ ദീൻ സ്വീകരിക്കാൻ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എല്ലാ പിന്തുണയും കൊടുത്തപ്പോഴും റസൂലിൻ്റെ ദീനിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ മാത്രം അബൂ താലിബ് തയ്യാറായില്ല. ഒരു സന്ദർഭത്തിൽ ആദ്യ കാലഘട്ടത്തിൽ, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നബിയും അലി റളിയല്ലാഹു അൻഹുവും ഒരുമിച്ച് നിന്ന് നമസ്കരിക്കുന്ന കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ മുഹമ്മദിനോടൊപ്പം ചേർന്നോ, അതിനോടൊപ്പം നീ നിന്നോ, അതിനെ കൈയൊഴിക്കണ്ട എന്ന് സ്വന്തം മകനായ അലി റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചത് പോലും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പക്ഷേ ദൗർഭാഗ്യവശാൽ അബൂ താലിബിന് വിശുദ്ധ ദീൻ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഈ അബൂ താലിബും മരണപ്പെടുന്നത് ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട അതേ വർഷം തന്നെയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അബൂ താലിബിൻ്റെ മരണം എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ 2 മരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച മരണങ്ങളാണ്. അതുകൊണ്ട് പിൽക്കാല ചരിത്രകാരന്മാർ ഈ വർഷത്തെ നുബുവത്തിൻ്റെ ഈ 10ാമത്തെ വർഷത്തെ ദുഃഖവർഷം എന്നും പരിചയപ്പെടുത്തിയതായിട്ട് കാണാം.